ചൈനയ്ക്കും ബ്രസീലിനും ഭീഷണിയായി നാറ്റോ സഖ്യം. റഷ്യയുമായി വ്യാപാര ബന്ധങ്ങൾ തുടർന്നാൽ നാറ്റോയുടെ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി. നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. റഷ്യയുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ പുടിനെ ഉടൻ ഫോണിൽ ബന്ധപ്പെടണമെന്നും ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടണമെന്നും മാർക്ക് റൂട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ അത് ഇന്ത്യയെയും ചൈനയെയും ബ്രസീലിനെയും ദോഷകരമായി ബാധിക്കുമെന്നും മാർക്ക് വാഷിംഗ്ടൺ പറഞ്ഞു. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത്. റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്തിയാൽ നിർദ്ദേശിക്കുന്ന ട്രംപിന്റെ വിവാദ ബില്ലിനെ കുറിച്ച് ഇന്ത്യയിലും ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതിന് ആഴ്ചകൾക്ക് ശേഷമാണ് നാറ്റോയും ഉപരോധങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 50 ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ സമാധാന കരാർ ഒപ്പുവെക്കാൻ സാധിച്ചില്ലെങ്കിൽ റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവയും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണികൾക്കിടയിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കുറവ് വരുത്താൻ ഇന്ത്യ യാതൊരു തീരുമാനവും എടുത്തില്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിസന്ധിയായാൽ രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി പുടിനെ വരുതിയിലാക്കാനുള്ള നാറ്റോയുടെയും അമേരിക്കയുടെയും സമ്മർദ്ദ തന്ത്രം ഫലിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് സാമ്പത്തിക വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും. ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്.